ഈസി ആയിട്ട് ഉണ്ടാക്കുവാനും ടേസ്റ്റി ആയിട്ട് കഴിക്കുവാനും പറ്റുന്ന ഒരു ആവോലി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടില്ലെന്ന് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് മീൻ നന്നായി മുറിച്ച് കഴുകി ഉപ്പെല്ലാം കുറച്ച് മസാലക്കൂട്ടെല്ലാം പെരക്കിയിട്ട് ഒന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം പെരക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇത് മസാല പിടിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 4 തക്കാളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. തക്കാളി അങ്ങനെ നന്നായി തിളച്ച് വന്നു, അതിൻ്റെ തൊലികളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ആ തൊലി പൊട്ടി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇനി തണിഞ്ഞ ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് മാറ്റാം. തക്കാളി തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അന്നേരത്തേനും നമുക്ക് പാനൊന്ന് ചൂടാക്കിയിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ആകാൻ വെച്ച സമയത്ത് നമ്മൾ തക്കാളി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് അത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, തക്കാളി പേസ്റ്റ്, മുളക് പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചത്. പിന്നെ നമ്മളെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 കറിവേപ്പില. അടുത്തതായിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് മൊരിഞ്ഞ് വരുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിൽ ചേർക്കുന്ന പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം നമ്മളെ തന്നെ വിളവാന്ന് കേട്ടോ. നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ട് വരാൻ കുറച്ച് ടൈം പിടിക്കും. ഇനിയിപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട, അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരും. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചവ മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം.
മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലെല്ലാം പച്ചച്ചവ മാറുമ്പോൾ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക അതിൽ. ഇത് നന്നായി വഴണ്ട് ഈ ചട്ടിയിൽ നിന്ന് നമുക്കിങ്ങനെ ഇളകി വരുന്ന പരുവം വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ചേരുവകളെല്ലാം ചട്ടിയിൽ നിന്ന് നന്നായി വിട്ട് വരുന്ന രീതിയിലേക്ക് പാകപ്പെട്ടു വന്നിട്ടുണ്ട്. നല്ല ചട്ടിയിൽ നിന്ന് നന്നായി വിട്ട് വരുന്നുണ്ട്, നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളം ചേർത്ത് കൊടുക്കുക അതിലേക്ക്. തക്കാളിയെല്ലാം ചേർത്തതുകൊണ്ട് അത്ര പോര പുളി മതിയാവും നമുക്കിനി. ഇതിപ്പോൾ തക്കാളി നമ്മൾ ജ്യൂസാക്കിയതിൻ്റെ ആ ജാറ് പിടിച്ച ലേശം വെള്ളമുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ചും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും ചാറ് വേണമല്ലോ നമുക്ക്, അപ്പോൾ അതിനനുസരിച്ച് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരത്തെ ഇടാഞ്ഞത്. ഞാൻ എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ മല്ലിപ്പൊടി. ഒരു 2 സ്പൂൺ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിന് കറിക്കായിട്ട് വേറെ ഇട്ടിട്ടാണ്, നേരത്തെ മീനിൽ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഉള്ളി വഴറ്റുമ്പോൾ അതിലും ഇട്ടിന് ലേശം. അപ്പോൾ പറ്റീനോ നോക്കിയിട്ട് കുറച്ച് കുറവാണ് ഉപ്പ്, അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഒരു സ്പൂണ് ഫിഷ് മസാലയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇതും കൂടി ചേർക്കാം. ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളെ ആവോലിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്പ്പത്തളിയും കൂടി ഉണ്ടാക്കാറുണ്ട്. നെയ്പ്പത്തളി ആക്കാനുള്ള അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് 1 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് ഇതിന് തക്കതായ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നെയ്പ്പത്തളി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മുമ്പിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇത് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഞെരടിയിട്ട് അരച്ചെടുക്കാം. നെയ്പ്പത്തളി ഉണ്ടാക്കാനുള്ള അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഓരോരോ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് തുണിയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് പരത്തിയിട്ട് ആ തുണിയിൽ തോർത്തുമുണ്ടാകും ഞാൻ എടുത്തിട്ടത്, അതിൻ്റെ തന്നെ ഒരു ഭാഗം മറിച്ചിട്ടിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ നെയ്പ്പത്തളിയുടെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് എണ്ണയിലിടാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായി പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ഉരുളകളെല്ലാം ഇതുപോലൊക്കെ പരത്തിയെടുത്ത് എണ്ണയിലിട്ടിട്ട് ചുട്ടിട്ട് വരാം. കണ്ടില്ല, നന്നായി പൊങ്ങി വന്നില്ലേ. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ളതെല്ലാം
ഞാൻ ഇതുവരെ ചുട്ടിട്ട് വരാം കേട്ടോ. നെയ്പ്പത്തലയും ചുട്ട് കഴിഞ്ഞു. കണ്ടില്ല, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതങ്ങനെ പെട്ടെന്നൊന്നും താണു പോവില്ല. അരി ഉണ്ടാക്കിയതുകൊണ്ട് മൈദയും ഗോതമ്പ് പൊടിയെല്ലാന്നെങ്കിലും ഒന്ന് പൊങ്ങി വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ താണു പോകും. ഇത് താവാതെ ഇത് കണക്ക് തന്നെ നിൽക്കും. അങ്ങനെ ആവോലിക്കറിയും നെയ്പ്പത്തലി, ഇതാണ് ഇന്നത്തെ നമ്മളെ ചായപ്പലഹാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.